ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്തത്. കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇന്നത്തെ ക്യാമറാമാൻ നമ്മളെ സുട്ടുമണിയാണ് കേട്ടോ. അപ്പം ചെറിയ ചെറിയ വശവിശകൊക്കെ ഉണ്ടാകും, അപ്പം നിങ്ങളൊന്ന് ക്ഷമിച്ചങ്ങാണ്ടൊന്ന് കണ്ടോളി. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ ചായക്ക് കടിയിട്ട് പൂരിയാണ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഈ അരിക്കടിയാകും മക്കൾക്ക് വെറുപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സ്കൂളും മദ്രസൊന്നും ഇല്ലല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട്. സ്കൂൾ 2 മാസത്തെ അവധി, മദ്രസും തന്നെ ഒരാഴ്ചയായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ലീവാണ്. പിന്നെ കുറച്ച് വൈകിട്ടൊക്കെ ചായയൊക്കെ ഉണ്ടാക്കിയാൽ മതി. നീച്ചാനും കുറച്ച് വൈകും, അങ്ങനെയൊക്കെയാണ്. നിസ്കരിച്ചങ്ങാണ്ട് ചിലപ്പോൾ കടക്കും, അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കാക്കൂന് പോകണ ദിവസങ്ങളാണെങ്കിൽ നീച്ചങ്ങാണ്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്തേച്ചതിൻ്റെ ശേഷം ഞാൻ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി കടക്കും. ഞാൻ എന്നിട്ട് നീച്ചിട്ടൊക്കെയാണ് ചായയൊക്കെ ഉണ്ടാക്കൽ. അപ്പം ഇന്ന് നമ്മൾ കാക്കു വരുന്ന ദിവസമാണ് കേട്ടോ. ഇന്നലെ രാവിലെ പോയതാണ്. അപ്പം ഇന്ന് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തുള്ളൂ. അപ്പോൾ ഞാൻ കടിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പൂരി തന്നെയാണ് ഇപ്പോൾ ഒന്ന് പൊരിക്കണത്. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് മൈദപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പൂരി ഉണ്ടാക്കുന്നത്. പിന്നെ വളരെ കുറച്ച് മതി കേട്ടോ. അതുതന്നെ കുറച്ച് കൂടിപ്പോയോ എനിക്ക് സംശയം. കാരണം മക്കളൊന്നും കഴിക്കൂല, സുട്ടു തീരെ കഴിക്കൂല കേട്ടോ. സുട്ടുവിന് കഞ്ഞിയാണ്. അത് പൂരി കായിൻ്റെ ശേഷം അവന് കുറച്ച് കഞ്ഞി വെച്ച് കൊടുക്കണം. പിന്നെ മോളാണെങ്കിലും 2 3 അതിലേറെ കൂടുതലോടും കഴിക്കൂല. പിന്നെ മെയിനായിട്ട് കഴിക്കുക കാക്കുവാണ്. കാക്കു ഒരു 6 എണ്ണൊക്കെ കഴിക്കൂട്ടോ. പിന്നെ ബാക്കി ഉണ്ടായ പിന്നെ ഉമ്മയില്ല ഇവിടെ. ബാക്കി ഉണ്ടായി അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ രാത്രിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ കഴിക്കുക, ചോറ് കഴിക്കൂല. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ രാവിലെ. വേറെ ഏത് കടിയാണെങ്കിലും രാവിലെ കണക്കാക്കി ഉണ്ടാക്കലുണ്ട്. അപ്പോൾ കാരണം ബാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കളയണം. പിന്നെ പൂരി ആകുമ്പോൾ എനിക്കും ഇഷ്ടമാണ്. പിന്നെ ആദ്യമായിട്ട് കൂടുതലൊന്നും കഴിക്കാത്ര നല്ലതൊന്നും അല്ലല്ലോ, കാരണം ഈ എണ്ണയിൽ പൊരിക്കണതല്ലേ. പിന്നെ ചിലപ്പോൾ ഇങ്ങോട്ട് യാദൃശ്ചികമായിട്ട് ഇങ്ങോട്ട് ബാക്കി ഉണ്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിലേ ഞാൻ കഴിക്കുള്ളൂ. പിന്നെ നമ്മൾ കറിയായിട്ട് ഞാൻ കിഴങ്ങാണ് ഇതിൽ കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ചായയും കടിയൊക്കെ റെഡി ആയപ്പോൾ നമ്മളെ കാക്കുത വണ്ടിയിൽ നിന്ന് വന്നിക്കണം കേട്ടോ. വന്നപ്പോൾ കുറച്ച് ചിക്കനൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ എന്നും അങ്ങനെ തന്നെയാണ് വരുമ്പോൾ ഞങ്ങൾക്ക് കറിക്കില്ലേ എന്തെങ്കിലുമൊക്കെ വാങ്ങി വരും. അപ്പോൾ ഞാൻ കാക്കുവിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്തുങ്ങാണ്ട് ഫ്രൈ ആക്കി കൊടുത്തിട്ടോ. കാക്കുവിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കടിക്ക്. അങ്ങനെ ചായ കടിയൊക്കെ ആയപ്പോൾ ഞാൻ ചായ കുടിച്ചിരുന്നു കേട്ടോ. പിന്നെയാണ് കാക്കുവിൻ്റെ വരവും ചിക്കൻ ഫ്രൈ ആക്കലൊക്കെ. അങ്ങനെ കാക്കും കുട്ടികളൊക്കെ ചായ കുടിച്ചതിന് ശേഷം സുട്ടൂനി എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകണം കേട്ടോ. കാരണം ഓനെന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിങ്ങാണ്ട് കാക്കു ചായ കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് കൊണ്ടുപോകണം വണ്ടിയുമ്പോൾ കയറ്റിങ്ങാണ്ട്. അങ്ങനെ ഒരു പോവാണ് പുറത്തേക്ക്. അത് കഴിഞ്ഞ് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി തിരിഞ്ഞു. പെരുവാണെങ്കിൽ കേബേജോ കേബേജ് പറ്റോ പയറല്ലേ ഉണ്ട്, പയറ് കയറ് പച്ചരി ആണോ? നെയ്ച്ചോറിൻ്റെ അരി അറിയണം. കയറടാ, മുന്നിൽ കയറണ്ട, ബേക്ക് കയറാൻ പറയാം. വേഗം കയറിയാ പോരെ എനിക്ക്. എത്ര സ്ഥലമുണ്ട്, 4
പോവൽ പതിവാണ് കേട്ടോ. എന്നും വന്ന് കാക്കു കൂളിയും ചായയുടെ കഴിഞ്ഞ ശേഷം ഒന്ന് കയറ്റി കൊണ്ടുപോകണം. അല്ലെങ്കിൽ കാക്കുവിന് ഉറങ്ങാനൊന്നൊരു സ്വൈര്യം കൊടുക്കൂല. കാരണം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണവും കാര്യമാണ്. അപ്പം എന്താ ഉറക്കം തന്നെയാവും കേട്ടോ. ഭക്ഷണം കഴിച്ചങ്ങാണ്ട് പിന്നെ അങ്ങനെ ഉറങ്ങും. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കാക്കുവിൻ്റെ തുണി ഷർട്ടൊക്കെ തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തിരുമ്പിയിടുകയാണ്. നല്ല വെയിലാണ്. വെയിലാകുമ്പോഴത്തേന് വെയിൽ കൂടി വരുമ്പോഴത്തേന് ഞാൻ വേഗം തിരുമ്പിയിടട്ടെ വെച്ച് തിരുമ്പാൻ വേണ്ടി ഇറങ്ങിക്കണം.